ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മിനി ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ വീഡിയോസ് കാണുന്നവർ കമൻറ്റ് ഇടുന്നവർ ലൈക്ക് ഇടാൻ മറന്നു പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. മറക്കാതെ തന്നെ ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് മുട്ടപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ മൈദപ്പൊടിയും ഒരു മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുള്ള മൈദപ്പൊടിയിലേക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശയുടെയൊക്കെ ഒരു രൂപത്തിലിട്ട മാവ് വേണ്ടത്. അധികം കട്ടിയാകാനും പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനില്ല. ആ രീതിയിലൊന്ന് കലക്കിയെടുക്കാം. എന്നിട്ടിപ്പോൾ ഞാൻ വെള്ളയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അന്ന് ചൂടായതിൻ്റെ ശേഷം കുറച്ച് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്യിൽ കൊണ്ട് തന്നെ. അതിനിപ്പോൾ ആദ്യത്തെ മുട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ മുട്ടപ്പൊക്കെ അതേ റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണികൾക്ക് ഞാൻ ചായ കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടപ്പത്തിൻ്റെ കൂടെ ഞാൻ നാളികേരപ്പാലാണ് കൊടുത്തത് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ച് അതിൻ്റെ ശേഷം ഞാൻ പരിപ്പും തക്കാളിയും കുമ്പളങ്ങയും കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. അതിൻ്റെ ശേഷം നാളികേരം ഞാനൊന്ന് അരച്ച് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. നാളികേരത്തിൽ ഒരു നാളികേരം വെള്ളം കൂടിയാണ് ചേർത്തിട്ട് ഞാൻ അരച്ചെടുത്തത്. അതൊന്ന് കറിയിലേക്ക് ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് തിളച്ചതിൻ്റെ ശേഷം ഞാനൊന്ന് കറി കാച്ചെടുക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിൻ്റെ ശേഷം ഞാനിപ്പോൾ കടുക് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനതൊന്ന് കാച്ചിയിട്ട് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാത്തൂന് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, പിന്നെ വേറെ സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനിപ്പോൾ അത് ബീൻസ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. പച്ചമുളകും സബോളയും കുറച്ച് നാളികേരമൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചാൽ കടുക് പൊട്ടിച്ചു. അതിൻ്റെ ശേഷം പച്ചമുളകും സബോള അരിഞ്ഞത് ഞാൻ അതിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇല്ല കേട്ടോ, ചെറിയ ഉള്ളി, അതുകൊണ്ടാണ് കേട്ടോ സബോള ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ സബോളയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ബീൻസ് നല്ലപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബീൻസും പച്ചമുളകും നാളികേരവും ഉള്ളിയും ഒക്കെ കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിതിൽ ആവശ്യത്തിനായിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കയ്യിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അമർത്തി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സിമ്മിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യൽ എന്ന് പറയാനൊന്നുമില്ല കേട്ടോ. നാത്തൂന് വരുമ്പോൾ ആളപ്പം തന്നെ പോകും കേട്ടോ. മക്കളൊന്നും കൊണ്ടുവന്നില്ല, കുറച്ച് നാളികേരം കൊണ്ടുതരാണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാണ്ടായിരുന്നു, ഒരു ഷീറ്റ് കേട്ടോ. അപ്പോൾ അതെടുക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ വരുമ്പോൾ കുറച്ച് നാളികേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കൾക്ക് ഇതിപ്പോൾ അവിടെ കടയിൽ വന്നപ്പോൾ അവിടെ നിന്ന് അവർക്ക് വേണ്ടത് മേടിച്ച് കൊടുത്തതാണ്. പിന്നെ കുറച്ച് മാങ്ങയും കൂടി കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം.